സാധിക്കും. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയും സർവശക്തനായ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആദ്യമായി മുഖ്യമന്ത്രിയെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ കുടുംബമായി അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ പിണറായി വിജയൻ അവർകളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഹല്ലേലൂയ നല്ല ഒരു ഭരണം കാഴ്ചവെക്കുവാൻ, ജനക്ഷേമത്തിന് ഉതകുന്ന ഹല്ലേലൂയ ഒരു ഭരണത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനുള്ള പരിജ്ഞാനം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. സ്ത്രീ സുരക്ഷാ പദ്ധതികളെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഇന്നും ഒത്തിരി സ്ത്രീ മരണങ്ങൾ നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ സ്ത്രീ സുരക്ഷാ പദ്ധതികളെല്ലാം ഹല്ലേലൂയ ഈ വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടണം. അത് ഓരോ സ്ത്രീകൾക്കും ഉപകാരപ്രദമായി തീരണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ സ്ത്രീകൾക്കും ഹല്ലേലൂയ ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ, ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേപ്പാ. കർത്താവെ, അവർക്ക് വേണ്ടുന്ന കരുതൽ, സ്നേഹം, സപ്പോർട്ട് എല്ലാം കർത്താവെ ഞങ്ങളുടെ ഭരണകൂടത്തിന് നൽകി കൊടുക്കുവാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സ്ത്രീ മുന്നേറ്റത്തിന്, സ്ത്രീ ഉന്നമനത്തിന് അനുകൂലമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അതെല്ലാം നടപ്പിലാക്കുവാനും ഞങ്ങളുടെ ഭരണകൂടത്തിന് കർത്താവ് ഹല്ലേലൂയ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലായിരിക്കുന്ന ഹല്ലേലൂയ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ വായിക്കുവാനിടയായി. അതിലെല്ലാം സേവനം അനുഷ്ഠിക്കുന്ന ഓരോ സ്റ്റാഫിന് വേണ്ടിയും ഹല്ലേലൂയ അവരെല്ലാവരും വേർതിരിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായി ഹല്ലേലൂയ നമ്മുടെ പോലീസ് മേധാവികൾക്കായി പ്രാർത്ഥിക്കാം. ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാം. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാം. എഡ്യൂക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനായി, മറ്റു പ്രവർത്തകർക്കായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കളക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. MLA-മാർ, MP-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. IAS ഓഫീസേഴ്സിന് വേണ്ടി, IPS ഓഫീസേഴ്സിന് വേണ്ടി, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഭരണാധികാരികൾക്ക് വേണ്ടി, IG-ക്ക് വേണ്ടി എല്ലാം നമുക്ക് ഈ നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരാണല്ലോ ഞങ്ങളുടെ ഭരണകർത്താക്കൾ. ഹല്ലേലൂയ സ്തോത്രം. അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരവർക്ക് കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദേശത്തിന്റെ വികസനത്തിന് ഉതകുവാൻ തക്കവണ്ണം കർത്താവ് അവരെ അധികമായി എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭരണം കാഴ്ചവെക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. അതിനുള്ള അറിവും ജ്ഞാനവും പരിജ്ഞാനവും കർത്താവ് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള, ദൈവനിയോഗ പ്രകാരമുള്ള നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ കർത്താവ് ഭരണാധികാരികളെ എല്ലാം ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യുവതലമുറകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ഹല്ലേലൂയ. ഇന്ന് സ്കൂളിൽ പോകുവാൻ കഴിയാതെ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത് ഹല്ലേലൂയ ഒരു സാമൂഹിക ബന്ധമാണ് കർത്താവെ. എങ്ങനെ പഠിച്ചാലും ഹല്ലേലൂയ ദൈവനിയോഗ പ്രകാരം ദൈവത്തെ സേവിക്കുന്നവരായി, ദൈവത്തെ വഹിക്കുന്നവരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ തലമുറകളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, എല്ലാ സാമൂഹിക ബന്ധം നിലനിർത്താനും അത് കാത്തു സൂക്ഷിക്കാനും പൊതു നിയമങ്ങൾ അനുസരിക്കുവാനും നല്ല അച്ചടക്കമുള്ള ഒരു തലമുറയായി വളർന്നു വരുവാനെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാം അതിനെ ശക്തരാക്കണമേ. ഹല്ലേലൂയ. ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്ര മുന്നോട്ട് പോയാലും, എത്ര വിദ്യാഭ്യസിച്ചാലും ഹല്ലേലൂയ ദൈവത്തെ വഹിക്കുന്ന, ദൈവഹിത പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു യുവ തലമുറയെ ഞങ്ങൾക്ക് നൽകി തരുമാറാക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ കർത്താവെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഹല്ലേലൂയ മറ്റ് ആശുപത്രി ജീവനക്കാരെയെല്ലാം ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം.
അതെ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഹല്ലേലൂയ ഒത്തിരി റിസ്ക് എടുത്ത് വർക്ക് ചെയ്യുന്നവരെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ആരോഗ്യ മേഖലയിലുള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ ഒത്തിരി ആരോഗ്യ പ്രവർത്തകരെ ഈ കാലഘട്ടത്തിലൂടെ നമുക്ക് നഷ്ടമാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം അവരുടെ കുടുംബങ്ങളെല്ലാം ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരായിരിക്കുന്ന ആ സാഹചര്യങ്ങളിലെ കർത്താവെ, ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് കർത്താവ് അവരെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആ പ്രവർത്തനത്തിന് തക്കതായ ഹല്ലേലൂയ പ്രതിഫലം കർത്താവ് അങ്ങ് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവരെല്ലാം കുടുംബമായി അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർ ജോലി ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാതൊരു കാരണവശാലും കർത്താവ് ഈ രോഗം അവരെ അറ്റാക്ക് ചെയ്യുവാനോ ഹല്ലേലൂയ അതിന്റെ പ്രതികൂല സാഹചര്യത്തിൽ കടന്നു പോകുവാനോ കർത്താവ് അങ്ങ് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ടീച്ചേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം അവരുടെ എല്ലാം ഹല്ലേലൂയ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ നല്ല സേവനം കാഴ്ചവെക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. അതുപോലെ നല്ല വികസനം ഞങ്ങളുടെ ദേശത്ത് ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ കോവിഡ് കാലഘട്ടത്തിൽ ഹല്ലേലൂയ നമ്മുടെ ദേശം മറ്റു ദേശങ്ങളിലെല്ലാം പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇത്രത്തോളം നന്നായി ആ പാൻഡമിക് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ബാക്കി എല്ലാ മേഖലകളിലും അതുപോലെ മുന്നിട്ട് നിൽക്കുവാൻ നമ്മുടെ ദേശത്തിന് കഴിയുമെന്ന് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു. അതിനു വേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് പറയുന്നുണ്ട് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ അന്നവർ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാൽ നമ്മോട് പറയുന്നു സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും ചെയ്യണമെന്ന് ഹല്ലേലൂയ നമ്മോട് പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനപരമായ ഒരു ജീവിതമാണ്, സന്തോഷകരമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ നാം മാത്രം സന്തോഷമായിരുന്നിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ആയിരിക്കുന്ന കുടുംബം, നാം ആയിരിക്കുന്ന സമൂഹം, നാം ആയിരിക്കുന്ന ചുറ്റുപാട്, ദേശമെല്ലാം ഹല്ലേലൂയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സമാധാനമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കും കഴിയുകയുള്ളൂ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഹല്ലേലൂയ അത് ഊഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ട്, സന്തോഷമുണ്ട്, പോകുവാൻ വാഹനമുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ സ്തോത്രം നമുക്കിന്ന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ ചുറ്റുപാടിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും ആ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് നാം ആരും ഈ സാഹചര്യത്തിൽ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മുടെ ദേശത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഹല്ലേലൂയ അതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അതിനൊന്നും അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അതെല്ലാം ഈ നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഈ ദേശത്ത് നല്ല രീതിയിൽ നടക്കുവാൻ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷ ദൈവമക്കൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വേല മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, വേറെ വരുമാനങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന കർത്താവ് അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ അവരെല്ലാം കർത്താവ് അങ്ങ് കരുതണം, അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതുപോലെ ഹല്ലേലൂയ സ്തോത്രം മറ്റ് ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം വിട്ട് ജനം ദൈവത്തെ അറിയുവാനും സുവിശേഷം അറിയുവാനും സത്യദൈവത്തെ ആരാധിക്കുവാനെല്ലാം ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. സർവശക്തനായ ദൈവം അതിനെല്ലാം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. നാം ഒത്തിരി മീറ്റിങ്ങുകൾ
കണ്ടക്ട് ചെയ്തു. മീറ്റിങ്ങുകളിലൂടെ പല രാജ്യത്തിന് വേണ്ടിയും പല ദേശങ്ങൾക്ക് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ജില്ലകൾക്ക് വേണ്ടിയെല്ലാം നാം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാനെല്ലാം ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ എല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാം പ്രതിഫലനങ്ങൾ, അതിന്റെ എല്ലാം യഥാർത്ഥ ഫലങ്ങൾ ഹല്ലേലൂയ സർവശക്തനായ ദൈവം കാണിച്ചു തരുവാൻ ഇടയായിത്തീരും. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ മറുപടി കാണുവാൻ ഇടയാക്കുമെന്ന് ഹല്ലേലൂയ ഞാൻ ഈ നിമിഷം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയൊന്നും വ്യർത്ഥമല്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തുള്ളി കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ഹല്ലേലൂയ നമ്മുടെ സർവശക്തനായ ദൈവം തീർച്ചയായിട്ടും തന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നാം എത്ര മുന്നോട്ട് പോയാലും നാം എത്ര പുരോഗമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ല എങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അത് നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവമായിട്ട് സംസാരിക്കുന്നതാണ്. ദൈവമായിട്ട് നമ്മുടെ വിചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഹൃദയ ചിന്തകളെ പങ്കുവയ്ക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ നിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ നീ വേദനയോടെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയാൽ ഒരുപക്ഷെ പറയണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഇല്ല. ദൈവസന്നിധിയിൽ വേദനയോടെ മുട്ടുമടക്കി ഒരു തുള്ളി കണ്ണുനീർ നിന്റെ കണ്ണിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് മനസ്സിലാക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ സർവശക്തനായ ദൈവം. അതിനുള്ള മറുപടി തരുവാൻ ഹല്ലേലൂയ ശക്തനാണ് നാം സേവിക്കുന്ന സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒത്തിരി പൊല്യൂഷൻ ഹല്ലേലൂയ അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഈ മഴയുള്ള ഈ സമയത്ത് ഹല്ലേലൂയ ഈ പരിസ്ഥിതി മലിനീകരണങ്ങൾ ഒത്തിരി രോഗങ്ങൾ വരുത്തി വെക്കുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി നാം എല്ലാവരും കരം കോർത്ത് പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ, വെള്ളത്തിലൂടെ, വായുവിലൂടെ, മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെല്ലാം ഈ സാഹചര്യത്തിൽ ഹല്ലേലൂയ സ്പ്രെഡ് ആകുവാൻ ഇടയുണ്ട്. ആ കാര്യമോർത്ത് ഹല്ലേലൂയ നാം എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ കാലാവസ്ഥ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പരിസ്ഥിതി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതൊന്നും മലിനമാകാതെ വണ്ണം കർത്താവ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നല്ല ഒരു പൊല്യൂഷൻ കൺട്രോൾ ആയിട്ടുള്ള ഒരു ദേശം ഹല്ലേലൂയ ഞങ്ങൾ സ്വപ്നം കാണുന്നു കർത്താവേ. അതുപോലെ തന്നെ ഈ ദേശത്തായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ മഴക്കാലഘട്ടത്തിൽ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ മണ്ണിലൂടെ ഹല്ലേലൂയ പകരുന്ന സാംക്രമിക രോഗങ്ങളെല്ലാം ഹല്ലേലൂയ അതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ രോഗമെല്ലാം വരാതെ വണ്ണം അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ ഹല്ലേലൂയ ഉണ്ടാകാതെ വണ്ണം കർത്താവ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ കരുതുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പൊ ഏകദേശം 21 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുണ്ടെന്ന് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചു. ഒരുവിധ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ ഹല്ലേലൂയ പ്രവർത്തകർക്ക് വേണ്ടിയും നാം ഇപ്പോൾ പ്രാർത്ഥിക്കുവാനിടയായി. അവരെല്ലാം കുടുംബമായി അനുഗ്രഹിച്ച് നാം പ്രാർത്ഥിച്ചിരിക്കുന്നു. ദൈവം അവരെ എല്ലാം കരുതട്ടെ, നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം അവരെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഹല്ലേലൂയ മുഖ്യമന്ത്രിക്കായി ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അദ്ദേഹത്തിന് ആരോഗ്യവും ബലവും കർത്താവ് നൽകട്ടെ. നല്ല ദൈവഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നല്ല പരിജ്ഞാനം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കാഴ്ചവെച്ചതുപോലെ ഇനിയും ഇതിലധികമായി ഹല്ലേലൂയ ജനസേവന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, നല്ല വികസിത പ്രവർത്തനങ്ങൾ എല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി നല്ല ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ നല്ലൊരു ദേശത്തെ വാർത്തെടുക്കുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇനി നമുക്ക് അല്പസമയം വേദവചനം ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം.
പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ഹല്ലേലൂയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം നമുക്കിപ്പോൾ വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലേഖനത്തിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവമക്കളായ ഞാൻ നിങ്ങളോട് ഈ നിമിഷം ഹല്ലേലൂയ ചോദിക്കുകയാണ്, നമ്മെ എല്ലാവരെയും മുന്നോട്ട് ജീവിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, ഒരു പ്രത്യാശയോട് കൂടിയല്ലേ നാം എല്ലാവരും ജീവിക്കുന്നത്? ഹല്ലേലൂയ, നല്ല ഒരു ഭാവി നമുക്കുണ്ടാകും, അല്ലെങ്കിൽ നല്ല ഒരു അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാളെ വെളിപ്പെടുമെന്ന ഒരു പ്രത്യാശയോട് കൂടിയല്ലേ ഓരോ ദിവസവും ഹല്ലേലൂയ നാം ജീവിച്ചു തീർക്കുന്നത്. ഇന്നത്തേത് പോലെയല്ല നാളെ ഒരു മാറ്റം ഉണ്ടാകും. നാളെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നാളെ ഞാൻ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാകുമെന്ന പ്രത്യാശയാണ് ഹല്ലേലൂയ ഓരോ ദൈവമക്കളെയും ഹല്ലേലൂയ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഈ ചിന്ത നമ്മിൽ ഉളവാക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവാണ്. ത്രിത്വത്തിൽ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവമക്കളായി നമ്മെ വേർതിരിച്ചിരിക്കുന്നു, നമ്മെ വിളിച്ചിരിക്കുന്നു എന്നെല്ലാം നാം പറയുമെങ്കിലും ഹല്ലേലൂയ എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വിളിയുടെ ഉദ്ദേശം എന്താണ് ഹല്ലേലൂയ എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ആ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തന്നെയാണ്. ഹല്ലേലൂയ, ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവരിലേക്ക് അല്ലെങ്കിൽ പാപികളിലേക്ക് ഹല്ലേലൂയ ക്രിസ്തു എന്ന സത്യത്തെ, ആ സ്നേഹത്തെ ഹല്ലേലൂയ കൊണ്ടുപോയി വിതയ്ക്കുവാനാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, സുവിശേഷം അറിയിപ്പാൻ അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ദൈവം വിളിച്ചതാ, എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചതാ എന്നെല്ലാം നാം പറയുമെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, നാം യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കണം, നാം ആ വിളിക്ക് യോഗ്യരാണോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ വിളി ലക്ഷ്യത്തിലേക്ക് വിളിച്ചതാ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പിതാവായ ദൈവം നമ്മെ എല്ലാം വിളിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ, ദൈവത്തിന് ചിലതെല്ലാം നമ്മിലൂടെ ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിനു വേണ്ടി ഓടുവാൻ വേണ്ടി തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും സർവകൃപാലുവായ ദൈവം ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, പിമ്പിലുള്ളത് മറന്നും ഹല്ലേലൂയ മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ആ ലാക്കിലേക്ക് ഹല്ലേലൂയ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് ലക്ഷ്യം, പൗലോസിന്റെ ലക്ഷ്യമാണത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഹല്ലേലൂയ അക്ഷീണം ഓടുകയാണ്. പൗലോസ് പറയുക, ഈ പ്രവൃത്തി അല്ലെങ്കിൽ ആ ലാക്കിലേക്ക് ആ പരമവിരുദ്ധനായി ഓടുക എന്ന് പറയുന്ന ആ പ്രവൃത്തി വേറെ ആരും ചെയ്യത്തില്ല. ഹല്ലേലൂയ, നീ ചെയ്യട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. നാം ചെയ്യേണ്ടുന്ന പ്രവൃത്തി നാം തന്നെ ചെയ്യണം. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി അത് വേറെ ആരും ചെയ്യത്തില്ല, ഞാൻ തന്നെ അത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ, എനിക്ക് വിരുദ്ധ പ്രാപിക്കണമെങ്കിൽ, ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഹല്ലേലൂയ ഞാൻ പിമ്പിലുള്ളതിനെ മറക്കണം. ഹല്ലേലൂയ, സ്തോത്രം.
അതെ, ആ പിൻപിലുള്ളതിനെ മറന്നെങ്കിൽ മാത്രമേ മുൻപിൽ ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ, ആ നന്മകൾ, ആ കൃപകൾ ഹല്ലേലൂയ സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ആ നന്മകൾ പ്രാപിക്കണമെങ്കിൽ, ആ കൃപകൾ പ്രാപിക്കണമെങ്കിൽ, ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തോടെ ആ വിളിയുടെ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് തന്റെ അനുഭവത്തിലൂടെ പറയുക. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവചരിത്രം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഈ പൗലോസ് പറയുന്ന ഈ വചനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കുള്ള ഒരു വെളിപ്പാടായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. പൈശാചികൻ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നമ്മെ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവ്വ അനുഭവങ്ങളിൽ നമ്മെ ബന്ധിച്ചിട്ടുകൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. നീ അങ്ങനെ ചെയ്തവളല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ പ്രവർത്തിച്ച ആളല്ലേ, നീ ഇതിലൂടെയെല്ലാം കടന്നുപോയ വ്യക്തിയല്ലേ എന്നെല്ലാം ഹല്ലേലൂയ അതുപോലെയുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ട് ആ നന്മകൾ പ്രാപിക്കുവാൻ വിടാതെ, അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വിടാതെ ഹല്ലേലൂയ പിശാചെന്ന തന്ത്രശാലി ഹല്ലേലൂയ നമ്മെ ആ പൂർവാനുഭവങ്ങൾ എന്ന ആ ചിന്തയിൽ കൊണ്ടുപോയിടുന്ന കാഴ്ചയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഈ നിമിഷം പറയട്ടെ, നമ്മുടെ പാസ്റ്റ് ലൈഫ് നാം എല്ലാവരും എറിഞ്ഞു കളയണം. ഹല്ലേലൂയ സ്തോത്രം. അതെ, നിങ്ങളെ ഭരിക്കുന്ന ആ ചിന്തകളെ വിട്ട് നിങ്ങൾ ഇന്ന് രാത്രികാലം പുറത്തു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ ചിന്തകളെ നിങ്ങൾ എറിഞ്ഞു കളയണം. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഹല്ലേലൂയ അല്ലെങ്കിൽ കുറ്റബോധം ഉളവാക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നിങ്ങൾ ഈ നിമിഷം എറിഞ്ഞു കളയണം. ഹല്ലേലൂയ. പിശാച് നമ്മെ തകർക്കുവാൻ നോക്കുന്ന ആ ചിന്തകൾ അല്ലെങ്കിൽ ആ വിചാരങ്ങൾ ഹല്ലേലൂയ നാം വലിച്ചെറിയണം. നമ്മുടെ തലയിൽ വെച്ച് തന്നിരിക്കുന്ന ആ ചിന്താഭാരത്തെ ഹല്ലേലൂയ സ്തോത്രം നാം ഇന്ന് രാത്രികാലം കുടഞ്ഞു കളയേണ്ടതാണ്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുക, ശക്തിയോടെ മുന്നോട്ട് പോകുക. പൗലോസ് ഹല്ലേലൂയ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് വചനം പറയുന്നത് പോലെ തന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്തവരുടെ മുന്നിൽ അല്ലെങ്കിൽ തന്നെ തകർക്കുവാൻ, തന്നെ ഇടിച്ചു കളയുവാൻ നോക്കിയവരുടെ മുന്നിലെല്ലാം പൗലോസ് അപ്പോസ്തലൻ ശക്തിയോടെ നിൽക്കുവാൻ ഇടയായത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. സഭയെ മുടിക്കുവാൻ, ക്രിസ്തീയ വിശ്വാസികളെ കൊല്ലുവാൻ, ഹല്ലേലൂയ തന്റെ യഹൂദ മതത്തോടുള്ള ഹല്ലേലൂയ ആ തീക്ഷ്ണത പുലർത്തുവാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസികളെ എല്ലാം ഹല്ലേലൂയ കൊന്നൊടുക്കിയ ഒരു കൊടും പാപിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ വെച്ച് ഹല്ലേലൂയ ക്രിസ്തീയ വിശ്വാസികളെ കൊല്ലുവാനുള്ള അധികാര പത്രവും വാങ്ങി ദമസ്കോസിൽ എത്തുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ ഇടയായതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ഒരു ടേണിംഗ് പോയിന്റ് ആയി നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അതെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ പാപിയായിരുന്നു എന്ന്. ഒരു പക്ഷേ താൻ ചെയ്ത പ്രവൃത്തികളും അല്ലെങ്കിൽ താൻ കൊന്നൊടുക്കിയവരുടെ ലിസ്റ്റും നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ കുറ്റബോധം കൊണ്ട് പൗലോസിന് വീർപ്പുമുട്ടുവാനേ ഹല്ലേലൂയ കഴിയുമായിരുന്നുള്ളൂ. എന്തിനധികം പറയണം, ക്രിസ്തുവിന്റെ അഭിഷിക്തനായ ഹല്ലേലൂയ അന്നത്തെ ഏറ്റവും ഹല്ലേലൂയ നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ പ്രസംഗിച്ച അല്ലെങ്കിൽ ശക്തനായ അഭിഷിക്തനായ ഹല്ലേലൂയ സ്തെഫാനോസിന്റെ മരണത്തിൽ പോലും പങ്കാളിയായ വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് പോലും ഹല്ലേലൂയ ആ പഴയ കാലങ്ങളെ ഓർക്കാതെ ഹല്ലേലൂയ ആ ക്രിസ്തു വിളിച്ച വിളിക്ക് ഹല്ലേലൂയ വിളി കേട്ട് അതനുസരിക്കുവാൻ തയ്യാറായ ഒരു പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ആ ലാക്കിലേക്ക് ശക്തിയോടെ ഓടുക അല്ലെങ്കിൽ ശക്തിയോടെ മുന്നോട്ട് പോവുക, കർത്താവിൽ സന്തോഷിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവിൽ
സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഏത് പ്രതികൂലങ്ങൾ വരട്ടെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, ഓരോ അപ്പോസ്തലൻ പറയുക, കർത്താവിൽ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ നാം സന്തോഷം കണ്ടെത്തുന്നത് വേറെ പല പ്രവൃത്തികളിലായിരിക്കും, അല്ലെങ്കിൽ വേറെ പല വ്യക്തികൾ നമ്മളോട് കൂടെ ഇരിക്കുമ്പോഴായിരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം നമ്മിൽ സന്തോഷം ഉളവാക്കുന്നത്. എന്നാൽ അതൊന്നും ശാശ്വതമല്ല. ഹല്ലേലൂയ. യഥാർത്ഥ സന്തോഷം നാം അനുഭവിക്കുന്നത് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നാം എല്ലാവരും കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ ആ ദൈവിക സമാധാനം, അപ്പോൾ ലഭിക്കുന്ന ആ ദൈവിക സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെയും നിലവുകളെയും കാക്കും എന്ന് വചനം പറയുക. അങ്ങനെ കാത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലെത്തുവാൻ അല്ലെങ്കിൽ ആ വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, പിശാച് ഒരുവനെ തകർക്കുവാൻ നോക്കുന്നത് അല്ലെങ്കിൽ കയ്യിലെടുക്കുന്നത് അവന്റെ ചിന്താമണ്ഡലങ്ങളെയാണ്, അവന്റെ വിചാരങ്ങളെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പൗലോസ് പറയുകയാണ്, ഒരു ചിന്താകുലവും ഒരാകുലതയും നിന്നെ തകർക്കരുത്. അതിനെ സകലവും പ്രാർത്ഥനയാലും യാചനയാലും ദൈവസന്നിധിയിൽ അറിയിക്കത്രേ വേണ്ടതെന്ന് വചനത്തിലൂടെ നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. ഒരു സ്തോത്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നമുക്ക് സമാധാനം ലഭിക്കുന്നത് മറ്റുള്ളവരോട് പോയി പറയുമ്പോഴായിരിക്കാം, നമ്മുടെ സഹപ്രവർത്തകരോട് പറയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ സഹോദരന്മാരോട് മാതാപിതാക്കളോട് പറയുമ്പോഴായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ അതിലൊന്നും ഒരു പൂർണ്ണതയില്ല, അതിലൊന്നും ഒരു യഥാർത്ഥ സമാധാനം, സന്തോഷം നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ വേട്ടയാടിക്കൊണ്ട് പിശാച്, ഹല്ലേലൂയ, നമ്മെ പിന്നിലാക്കുവാൻ നോക്കിയെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമ്മെ വിളിച്ചത് പഴയത് ഓർത്ത് വേവലാതിപ്പെടാനല്ല, പിന്നെയോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വിശ്വാസത്തോടുകൂടെ ശക്തിയോടുകൂടെ മുന്നോട്ടോടുവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവത്തിൽ നിന്ന് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനാണ്, ദൈവം നമുക്കായി നൽകി തരുവാൻ ഉദ്ദേശിക്കുന്ന ആ കൃപാവരങ്ങൾ പ്രാപിക്കാനാണ്, ഹല്ലേലൂയ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം പിമ്പിലുള്ളതിനെ മറന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും മുമ്പിലുള്ളതിനെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. നാം യഥാർത്ഥ വിജയത്തിലെത്തണമെങ്കിൽ, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ദൈവിക നന്മയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒന്നാമതായി നാം ചെയ്യേണ്ടത് ദൈവം വച്ചിരിക്കുന്ന ആ വിരുദിനെ നാം വിശ്വാസത്തോടെ കാണുക. അവിശ്വാസമുള്ള, ഹല്ലേലൂയ, തലമുറയായി മാറാതിരിക്കുക. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ വിരുദിനെ, ഹല്ലേലൂയ, സ്തോത്രം, നാം വിശ്വാസത്തോടെ കാണുക. അതാണ് ഒന്നാമതായി നാം ചെയ്യേണ്ടത്. രണ്ടാമത്, ആ ലാക്കിലേക്ക് ഓടുമ്പോൾ, അല്ലെങ്കിൽ ആ വിരുദ് പ്രാപിക്കുവാനായി നാം ഓടുമ്പോൾ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നാം ഓടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും ലക്ഷ്യം തെറ്റാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതാണ് നാം രണ്ടാമതായി ചെയ്യേണ്ടത്. മൂന്നാമത്, ഹല്ലേലൂയ, വിറങ്ങും തെറ്റിപ്പോകാൻ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് തന്നെ നാം ഓടേണ്ടത്, ഹല്ലേലൂയ, അത്യാവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം, ഹല്ലേലൂയ, നമ്മുടെ ആ വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ വിരുദിലേക്ക് ഓടുന്നവരെ മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ. നിരാശ പൂണ്ട്, ഹല്ലേലൂയ, ആ ഡിപ്രഷനിലായിരിക്കുന്ന, അല്ലെങ്കിൽ ആ കുറ്റബോധത്തിലായിരിക്കുന്ന, അങ്ങനെ ആയിരിക്കുവാനല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്. ദൈവത്തിന്റെ ആ വിരുദ് പ്രാപിക്കുവാനാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യം കൈവരിക്കുവാനാണ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ നാം ചെയ്തെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ
നമ്മെ ജയാളിയായി നടത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമുക്കായി വെച്ചിരിക്കുന്ന ആ ലാക്കിലേക്ക് ഓടിയെത്തുവാൻ സാധിക്കുമെന്നത്? ഹല്ലേലൂയ. കർത്താവ് വിശ്വസിക്കുമെങ്കിൽ അതിനുള്ള ബലം, അതിനുള്ള ശക്തി ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം നമ്മുടെ മേൽ പകർന്നു തരുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഭാവി കാലം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ഈ വർത്തമാനകാലം, അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ മറ്റ് പല ചിന്തകൾക്കോ, ഹല്ലേലൂയ, അതിനെ തടയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം വിശ്വാസത്തോടുകൂടി, ശക്തിയോടുകൂടി, ഹല്ലേലൂയ, ആ മുമ്പിലുള്ളതിലേക്ക്, ആ മുമ്പിലുള്ളതിനെ കരസ്ഥമാക്കുവാൻ, അല്ലെങ്കിൽ ആ നന്മ പ്രാപിക്കുവാൻ വിശ്വാസത്തോടു കൂടെ ഓടിയാൽ അതിനെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. നമ്മുടെ ഭൂതകാലത്തിനോ, ഭാവി കാലത്തിനോ, വർത്തമാനകാലത്തിനോ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള യാതൊരു ചിന്തകൾക്കോ അതിനെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എന്നെ വിളിച്ച ദൈവം എനിക്ക് ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം നൽകി തരുവാനിടയായിത്തീരും. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, ഇതിൽ നിന്നെല്ലാം ഇന്ന് രാത്രികാലം ദൈവം ഒരു വിടുതൽ നമുക്ക് നൽകി തരുവാനിടയായിത്തീരും. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, നമ്മെ ദത്തെടുത്തവൻ, നമ്മെ വീണ്ടെടുത്തവൻ, ഹല്ലേലൂയ, നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ വിജയിപ്പിക്കുവാനും, ഹല്ലേലൂയ, സർവശക്തനാണെന്ന് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് വചനത്തിലൂടെ തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിചാരങ്ങൾ എന്തൊക്കെയാ? നാം എന്നും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ. അതിന് നമുക്ക് യാതൊരു പഞ്ഞവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ചിന്തിച്ചു കൂട്ടുവാൻ, അല്ലെങ്കിൽ ആ ചിന്താതലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, അതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ നാം എല്ലാവരും പ്രാഗൽഭ്യം പ്രാപിച്ചവരാ. ഹല്ലേലൂയ, സ്തോത്രം. നാം ഇപ്പോൾ വിചാരപ്പെടുന്നത് എന്തിനെ ചൊല്ലിയാ? നമ്മുടെ കുടുംബത്തെ ചൊല്ലി, നമ്മുടെ ആരോഗ്യത്തെ ചൊല്ലി, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയെ ചൊല്ലി, നമ്മുടെ തലമുറകളെ ചൊല്ലി, നമ്മുടെ തലമുറകളുടെ പഠനത്തെ ചൊല്ലി, ഹല്ലേലൂയ, ഇതെല്ലാം ചൊല്ലി നാം ഓരോ നിമിഷം വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നാം എന്തിലാണോ വിചാരപ്പെടുന്നത്, ഹല്ലേലൂയ, അതിലൂടെ പൈശാചികൻ നമ്മോട് പോരാടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കേസ് അങ്ങനെ എന്തെങ്കിലും, ഹല്ലേലൂയ, വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു സൊല്യൂഷൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ പക്കലുണ്ടെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. തീർച്ചയായും ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം അറിയാതെ ആയിരിക്കത്തില്ല. അതിനുള്ള സൊല്യൂഷനും, അതിനുള്ള വിടുതലും, അതിനുള്ള ഉത്തരവും നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലുണ്ടെന്ന് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നാം സൊല്യൂഷൻ തേടി പോകുന്നത് ആരുടെ അടുത്താ? ഹല്ലേലൂയ, സ്തോത്രം. നാം എപ്പോഴും ഓടിച്ചെല്ലുന്നത് ഡോക്ടേഴ്സിന്റെ അടുത്താ, അല്ലെങ്കിൽ കൗൺസിലേഴ്സിന്റെ അടുത്താ. അവരുടെ ഇടത്താണ് നമുക്കുള്ള ഉത്തരമെന്നാണ് പരക്കെയുള്ള ധാരണ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അവിടെ ഒന്നുമല്ല ഇതിനുള്ള ഉത്തരമുള്ളത്. ഇതിനുള്ള ഉത്തരമുള്ളത് നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിൽ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഉത്തരം, അല്ലെങ്കിൽ അതിനുള്ള മറുപടി, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ വെളിപ്പെട്ട് വരുന്നത് നിന്റെ പ്രാർത്ഥനയിലാണ്, നിന്റെ ഉപവാസത്തിലാണ്, നിന്റെ ആരാധനയിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, എത്രയോ പേർ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നത് കുറഞ്ഞു, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ കുറഞ്ഞു. അവർക്ക് രോഗമില്ല, അവർക്ക് പുറത്ത് പോകണ്ട, അവർക്ക് ഡോക്ടേഴ്സിനെ കാണണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മനോവികാരമാണ്, ഇതൊരു ചിന്തയാണ്. ഹല്ലേലൂയ, പിശാച് കൊണ്ടുവന്നിരുന്ന ചിന്തയാണ്. തനിക്ക് എന്തോ ഉണ്ട്, തനിക്ക് രോഗമുണ്ട്, തനിക്ക് ശരിയില്ല, എന്റെ ശരീരം അസ്വസ്ഥമാണ് എന്നെല്ലാം, ഹല്ലേലൂയ, നമ്മുടെ ചിന്തയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചിന്തകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ പൈശാചികന്റെ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കി നാം പുറത്തു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ഈ പരാജയത്തിന്റെ ചിന്തകൾ, അല്ലെങ്കിൽ നിരാശയുടെ ചിന്തകൾ നമ്മെ പിറകിലാക്കുവാനേ ഉദകരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നീ ഒന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഈ ചിന്തകളെ എല്ലാം, ഹല്ലേലൂയ, തകർക്കുവാൻ നിനക്ക് കഴിയും. പിമ്പിലുള്ളതിനെ എല്ലാം മറന്ന് ആ മുൻപിലുള്ളതിനേക്ക്, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ആഞ്ഞു ചെല്ലുവാൻ അല്ലെങ്കിൽ അതിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ നിനക്ക് തീർച്ചയായിട്ടും കഴിയും. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുക 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അതെ, പൗലോസ് അപ്പോസ്തലൻ പറയാ, ഈ ആകുല ചിന്തകളെല്ലാം ഉപേക്ഷിക്കുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. സകലവും പ്രാർത്ഥനയാലും യാചനയാലും ദൈവസന്നിധിയിൽ സമർപ്പിപ്പിൻ. ഹല്ലേലൂയ. പിന്നെ നാം എന്തു ചെയ്യണം? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് സത്യമായതും ഘനമായതും നിർമ്മലമായതും സൽഗുണമായതെല്ലാം അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുക. അല്ലാത്ത ചിന്താഭാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് നല്ലത്, ഘനമായത്, ശ്രേഷ്ഠമായത്, നീതിയായത്, രമ്യമായത്, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയും. ഇവിടെ പറയുന്നുണ്ട് സത്യമായത്. ഹല്ലേലൂയ. സത്യമായതെന്ന് വെച്ചാൽ കളങ്കമില്ലാത്തത്, കാപട്യമില്ലാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് സത്യമായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാ, സത്യമായത് ചിന്തിച്ചു കൊള്ളുവിൻ. അതുപോലെ ഘനമായത്. ഹല്ലേലൂയ. ഘനമായത് എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത്, നെഗറ്റീവ് ചിന്തകൾ ഇല്ലാത്തത്. ഹല്ലേലൂയ. നാം ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് കരുതുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഘനമായത്. അടുത്തത് പറയുന്നത് നീതിയായത്. ഹല്ലേലൂയ. അതെ, അനീതിയില്ലാത്ത, ഹല്ലേലൂയ, അക്രമസക്തമല്ലാത്ത നീതിയായത് ചിന്തിച്ചു കൊള്ളുവേൻ. അടുത്തത് പറയുന്നു നിർമ്മലമായത്. അതെ, അശുദ്ധി, മ്ലേച്ഛത എന്നിവ നിറഞ്ഞത് അതെല്ലാം ഉപേക്ഷിച്ച് നിർമ്മലമായത് ചിന്തിച്ചു കൊള്ളുവാൻ പറയുക. അശുദ്ധിയില്ലാത്ത, ആ മ്ലേച്ഛതയില്ലാത്ത, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയൊന്ന് ഈ ലോകത്ത് കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. എന്നിരുന്നാലും പൗലോസ് അപ്പോസ്തലൻ പറയുക, അതുപോലെ നിർമ്മലമായത് ചിന്തിച്ചു കൊള്ളുവേൻ. അതുപോലെ പറയുന്നു രമ്യമായത്. രമ്യമായതെന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായത്, നമ്മുടെ കണ്ണിന് കുളിർമയുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. നാം പറയുകയാണെങ്കിൽ നാം എല്ലാവരും ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ നാം എല്ലാവരും കാണുവാൻ ആഗ്രഹിക്കുന്ന ആ കാഴ്ചയെ കുറിച്ച് ചിന്തിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുക. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്, അതുപോലെ രമ്യമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുക. അതുപോലെ സൽകീർത്തി, പുകഴ്ച, ഈ ലോകത്ത് നല്ലതാണെന്ന് കരുതുന്ന അതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പറയുക. ഹല്ലേലൂയ. ഒരു പക്ഷേ നാം ചിന്തിക്കുമായിരിക്കും, നമുക്ക് വിലയില്ല, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യമില്ല എന്നെല്ലാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ ആ സാന്നിധ്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ആഗ്രഹിക്കുന്ന എത്രയോ പേർ, ഹല്ലേലൂയ, എത്രയോ ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. ഒരു പക്ഷേ ഹല്ലേലൂയ, എവിടെയെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ എവിടെയെങ്കിലും ഒതുക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് രാത്രികാലം നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ശുശ്രൂഷ, അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ഒരു വാക്ക് ആഗ്രഹിക്കുന്ന എത്രയോ ജനങ്ങൾ ഉണ്ടെന്ന് നാം ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ നമ്മെ ആഗ്രഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, ഹല്ലേലൂയ, ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട് പുകഴ്ചയായത്, അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ചിന്തിക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം പറയുക മാത്രമല്ല, അത് തന്റെ ജീവിതത്തിലൂടെ, ഹല്ലേലൂയ, നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുക കൂടെ ചെയ്ത വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാം. തന്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ചെല്ലുകയും, ഹല്ലേലൂയ, സഭകൾ സ്ഥാപിക്കുകയും, ഹല്ലേലൂയ, തന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ
ഉറപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലൻ തന്റെ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ഒരു ജീവിതത്തിനായി ജനങ്ങളെ ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ തകർക്കുവാൻ പൈശാചികൻ കൊണ്ടുവന്നിടുന്ന എല്ലാ തന്ത്രങ്ങളെ കുറിച്ചും ആ ജനത്തെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ആ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഹല്ലേലൂയ അവരെ സഹായിക്കുകയും ചെയ്യുകയാണ് തന്റെ പ്രസംഗത്തിലൂടെ ചെയ്യുന്നത്. ഹല്ലേലൂയ ദുരുപദേശത്തെ കുറിച്ച് അല്ലെങ്കിൽ അന്ന് അവിടെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളെ കുറിച്ചും ഹല്ലേലൂയ തന്റെ ജനത്തിന് ഒരു ബോധവൽക്കരണം അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അത് വ്യക്തിപരമായി അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ്. ഞാൻ മുന്നമേ പറയുവാനിടയായി അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കിയാൽ ഒത്തിരി വിശേഷണങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. കൊലപാതകൻ, സഭയെ ഉപദ്രവിച്ചവൻ, സ്റ്റെഫാനോസിനെ കല്ലെറിയാൻ കൂട്ടുനിന്നവൻ, ക്രിസ്തീയ വിശ്വാസികളെ കൊന്നെടുക്കുവാൻ അധികാരപത്രം വാങ്ങി വന്നവൻ, ഹല്ലേലൂയ അങ്ങനെ ഒത്തിരി പദവികൾ നമുക്ക് പൗലോസ് അപ്പോസ്തലന് കൊടുക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമനെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പൗലോസ് തന്റെ പാസ്റ്റ് എല്ലാം മുറുകെ പിടിച്ച് അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അദ്ദേഹത്തിന് കഴിയത്തില്ലായിരുന്നു. ആ വിരുദിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാൻ പൗലോസ് അപ്പോസ്തലന് കഴിയത്തില്ലായിരുന്നു. എന്നാൽ പൗലോസ് ഇതെല്ലാം മാറ്റിവെച്ച് പിമ്പിലുള്ളതിനെ എല്ലാം മറന്ന് മുമ്പിലുള്ളത് ലക്ഷ്യം വെച്ച് ദൈവത്തിന്റെ ആ പരമവിളിയുടെ ആ വിരുദിനായി ഓടി. നമ്മോടും അത് തന്നെയാണ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ പഴയതെല്ലാം മറന്ന് ഇപ്പോൾ ആയിരിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ ആത്മനിറവിൽ ജീവിക്കുവാൻ നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നാളെ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഭാവി ആ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് നാം വിശ്വസിക്കണം. ആ വിശ്വാസത്തോടു കൂടെ നാം മുന്നോട്ട് പോകണം. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, എന്നാൽ സർവശക്തനായ ദൈവം അവയെ പോറ്റുന്നു എന്ന്. ഹല്ലേലൂയ. വിചാരപ്പെട്ടതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ആയുസിന്റെ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നിനും സാധ്യമല്ല. സർവവും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസ് പറയുന്നു, ചിന്തയിലും വിചാരത്തിലും ഒത്തിരി ആത്മീയ യുദ്ധങ്ങൾ താൻ നടത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ആപത്തുകളിലൂടെ കടന്നുപോയ, ഒത്തിരി ആത്മീയ യുദ്ധങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ അതിലൊന്നും അദ്ദേഹം തളർന്നു പോയില്ല. ഹല്ലേലൂയ. 14 ഈടുറ്റ ലേഖനങ്ങൾ ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനെന്ന് ഹല്ലേലൂയ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പൗലോസ് പറയുന്നത്, തന്നെത്താൻ പറയുന്നത്, ഞാൻ വെറും ഒരു അരിഷ്ട മനുഷ്യനെന്ന. ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ബുദ്ധിയോട് എന്റെ ചിന്തയോട് പോരാടുന്ന പ്രമാണം എന്റെ അവയവങ്ങളിൽ ഉണ്ട് എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ അവയവങ്ങളിലൂടെ പോരാടുന്ന ഹല്ലേലൂയ ആ പൈശാചിക ചിന്തകൾ അല്ലെങ്കിൽ ആ ഹൃദയ വിചാരങ്ങൾ ഇന്ന് രാത്രികാലം നമ്മിൽ നിന്ന് അഴിഞ്ഞു മാറുന്ന രാത്രിയാ. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഈ പോരാട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അതിനുള്ള എല്ലാ ഉത്തരവും ഹല്ലേലൂയ അദ്ദേഹത്തിന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ സർവശക്തനായ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു എന്ന ഉത്തരമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഇതുപോലെ പല ചോദ്യങ്ങളില്ലേ? ഹല്ലേലൂയ. പിശാചിന്റെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശുശ്രൂഷയിലെല്ലാം പൈശാചികൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? ഹല്ലേലൂയ. ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? പൗലോസ് പറഞ്ഞതുപോലെ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ സർവശക്തനായ യേശു കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങൾ പോലെ നിൽക്കുന്ന പല ചോദ്യങ്ങൾക്ക് മുൻപിലും
നമുക്കൊരു ഉത്തരമുണ്ട്. അത് ഏക സത്യ ദൈവമായ യേശു കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം അത് പൂർണ്ണമായും വിശ്വസിക്കുക. നാം വിശ്വസിച്ചാൽ ഹല്ലേലൂയ, ആ സർവശക്തനായ ദൈവം നമുക്ക് ശക്തി തരും, ബലം തരും, വിരുദ്ധ പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കും. അതെ, ആ ജയാളിയായ ദൈവം നമ്മയും ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സഹായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം ശത്രുവിന്റെ മുൻപിൽ മേശയൊരുക്കുന്ന, അല്ലെങ്കിൽ ശത്രുവിന്റെ മുൻപിൽ നമ്മുടെ കൊമ്പുകളെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം എന്തൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ, എന്തൊക്കെ പ്രവർത്തിച്ചാലും നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം ഉടലെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ആ പരമവിരുദ്ധനായുള്ള ആ മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ വിജയിപ്പിക്കുവാനിടയായിത്തീരും. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ ഹല്ലേലൂയ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പല സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും, അല്ലെങ്കിൽ ആ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും, ചെങ്കടലിൽ നിന്നും, ആ പൈശാചിക മണ്ഡലത്തിൽ നിന്നെല്ലാം നമ്മുടെ പൂർവികരെ വിടുവിക്കുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ, നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പൂർവികരെ ഇതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം അവരുടെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ കഴിവ് കൊണ്ടല്ല, അവരുടെ കരബലം കൊണ്ടല്ല, അവരുടെ മിടുക്ക് കൊണ്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ നിലനിന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ പൂർവികന്മാർ ഹല്ലേലൂയ പുറത്തു വന്ന് ജയിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. വേദപുസ്തകം നോക്കുകയാണെങ്കിൽ, യോസേഫിനെ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടു. പോത്തിഫറിന്റെ ഭാര്യ കുറ്റം ആരോപിക്കുവാനിടയായി. എന്നാൽ പിൻകാലത്ത് അവനെ ഹല്ലേലൂയ, സ്തോത്രം, ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറ്റുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു. അതുപോലെ എസ്തറിനെ എടുക്കുകയാണെങ്കിൽ, മൊർദെഖായി എടുത്തു വളർത്തിയ എസ്തറിനെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു. എന്തിനധികം പറയുന്നു, ആട് മേയിച്ചു നടന്ന ദാവീദിനെ ഹല്ലേലൂയ, സ്തോത്രം, രാജാവാക്കി മാറ്റിയ നമ്മുടെ ദൈവം. അതുപോലെ സിംഹക്കുഴിയിലായിരുന്ന ആ ദാനിയേലിനെ ഹല്ലേലൂയ ആ കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിടുവിച്ചവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ഇവരെല്ലാം വിടുവിച്ച് മാനിച്ച ആ സർവശക്തൻ തന്നെയാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ആ രക്ഷകൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. നാം നമ്മുടെ പ്രതിസന്ധി കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്, ഒരിക്കലും ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കരുത്, ഒരിക്കലും നാം പേടിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും പിന്തിരിഞ്ഞു ഓടരുത്. ആ പ്രതിസന്ധിയെ നോക്കി നാം വിളിച്ചു പറയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ തീർച്ചയായും എന്നെ വിജയിപ്പിക്കുമെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ ആയിരിക്കുന്ന ആ പ്രതിസന്ധിയെ നോക്കി ഒന്ന് വിളിച്ചു പറയുവാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആ ചിന്തകൾ, ആ പ്രതിസന്ധികൾ, ഹല്ലേലൂയ, ഭയങ്ങളെല്ലാം ഇന്ന് രാത്രി നിന്നെ വിട്ട് മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നീ പറയുവാൻ തയ്യാറാവുകയാണെങ്കിൽ ഹല്ലേലൂയ, അതെ, ആ സർവശക്തനായ ദൈവം നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും, നമ്മെ വിരുദ്ധ പ്രാപിക്കുവാൻ സഹായിക്കും, നമ്മെ ആ ലാക്കിലേക്ക് ഓടിയെത്തുവാൻ സഹായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ, പിശാച് ആയുധമില്ലാതെ പോരാടുന്നവനാ. നമ്മുടെ ബലഹീനം മനസ്സിലാക്കി നമ്മെ വീഴ്ത്താൻ നോക്കുകയാണ് അവന്റെ പരമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തെന്നാൽ അവൻ ഓൾറെഡി വീണവനാണ്. ലോക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സാത്താൻ വെട്ടേറ്റ മിന്നൽ പിണർ പോലെ വീഴുന്നതായി കണ്ടു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഒരിക്കൽ വീണവനാണവൻ. അവൻ നമ്മയും വീഴ്ത്താൻ നോക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, അത് മനസ്സിലാക്കി നാം പുറത്തു വരണം. 1 പീറ്റർ 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബല
ചിന്താകുലവും ഹല്ലേലൂയ അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന് ഹല്ലേലൂയ വചനം നമ്മളോട് പറയുക. നാം എല്ലാം ദൈവത്തിന്റെ യുദ്ധസേനയിലെ യുദ്ധവീരന്മാരാ. ഹല്ലേലൂയ. അതെ, നാം എല്ലാവരും ആ സോൾജിയേഴ്സാ, ദൈവത്തിന്റെ ആ യുദ്ധസേനയിലെ സോൾജിയേഴ്സാ. നാം ആ പിശാചിനെ എതിർത്ത് നിന്നാൽ അവൻ ഓടുവാനിടയായിത്തീരും. നാം ഭയന്നോടിയാൽ അവൻ നമ്മെ അറ്റാക്ക് ചെയ്യുവാനിടയായിത്തീരും. എന്തിനധികം നാം വിശ്വസിക്കുക, നമ്മുടെ പിശാചിനെ പോലും ഉണ്ടാക്കിയവനാണ് നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ സത്യ ദൈവമായ ഹല്ലേലൂയ യേശു കർത്താവ്. ആ പിശാചിനെ ഉണ്ടാക്കിയവനാണ് ഹല്ലേലൂയ. അത്രത്തോളം ശക്തിയുള്ളവനാണ് നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. ആ സർവശക്തനായ ദൈവം നമ്മെ കരുതും, നമ്മെ സ്നേഹിക്കും, നമ്മെ വിജയിപ്പിക്കും, നമ്മെ നല്ല ജയാളിയായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ തീർച്ചയായും സഹായിക്കും. നമ്മുടെ ശത്രുവിന്റെ മുൻപിൽ നമ്മെ മാനിക്കുവാനിടയായി തീരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് ഞാൻ വീണ്ടും പറയുക, ഹല്ലേലൂയ, സ്തോത്രം. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ഹല്ലേലൂയ നാം ഓരോരുത്തരും ഓടുക. നമ്മെ വിളിച്ചവൻ വിശ്വസ്തന. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല. ദൈവത്തിന് നമ്മോടുള്ള ആ കരുണ സകല ചിന്തകളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. പൗലോസ് പറയുന്നത് പോലെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ. അവസാനം പറയുന്നു, ആ ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതുപോലെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ജയാളിയായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കും സർവശക്തനായ ദൈവം ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പൗലോസ് ജീവിച്ചതുപോലെ പിൻപിലുള്ളതിനെ എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ആ പിൻപിലുള്ള നമ്മുടെ ഭൂതകാലത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ നല്ലൊരു ഭാവിക്കായി ആ മുൻപിലുള്ളതിനെ ലാക്കാക്കി ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ, ആ വിരുദ് പ്രാപിക്കുവാൻ ഹല്ലേലൂയ സർവ്വതും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും അവസരങ്ങൾ ഉണ്ടാകട്ടെ, സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് സർവ്വ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം പറയുന്നു കർത്താവേ. ഒരിക്കൽ കൂടി എനിക്ക് നൽകിയിരിക്കുന്ന കർത്താവേ, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ എല്ലാം പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ദേശത്ത് വെളിപ്പെട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർവ്വവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.